നിന്റെ കറന്നോടിച്ച് പൊളിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലല്ലോ. എന്റെ അവസ്ഥ അതായി പോയി. പോടോ. വേണി, നീ എപ്പോഴെത്തിയേ? 2 ദിവസമായി. സുമിചേട്ടാ, ഇതെന്റെ ഫ്രണ്ട് വേണി. ഞങ്ങൾ പണ്ട് കലാകേന്ദ്രത്തിൽ ഒരുമിച്ചായിരുന്നു. ഇതാരാ, നിന്റെ ഹസ്ബൻഡാ? ഇതാ നീ ഇടക്കിടക്ക് പറയാറുള്ള നിന്റെ ഫ്രണ്ട് അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞോളാം. ഇവിടെ അരങ്ങേറ്റമാണ് 28-ാം തീയതി. നിങ്ങൾ രണ്ടുപേരും മറക്കാതെ എത്തണം. മറക്കരുത്, എന്തായാലും വരണം. അത് വന്നൊരിക്കലും ഇരുമ ചോട്ടിയാ പോ. എപ്പോഴാണോ എന്റെ ഹസ്ബൻഡ് ആയേ? അടിയനോട് ക്ഷമിക്കണം തമ്പുരാൻ, അറിയാണ്ട് പറഞ്ഞു പോയതാ. കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. നീ എന്തിനാ ഇത്ര ടെൻഷനാണ്? അവൾ ഒറ്റയ്ക്കല്ലല്ലോ പോയിരിക്കുന്നത്. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, ചേട്ടനും അവിടെ താളത്തിനനുസരിച്ച് തുള്ളിക്കോണം. നീ ഒന്നും മിണ്ടാതിരിക്കാം. കൂടെ പോയിരിക്കുന്നത് എങ്ങനെയുള്ളവരാന്ന് ആർക്കറിയാം? എടി, അവൻ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ നമ്മുടെ വിജയമാഷിന്റെ മോനാ. നന്ദു ചേട്ടാ, കിച്ചു വയലിനൊക്കെ വായിക്കൂല്ലേ? പിന്നെ ഞാൻ കുറെ വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഹംസധ്വനിയാണല്ലേ? അല്ല, കല്യാണി. അല്ല, ഇപ്പൊ വായിച്ചത് ഹംസധ്വനിയാണ്. അല്ല ഏട്ടാ, കല്യാണിയാ. ഒന്നുകൂടെ ഒന്ന് വായിക്കാവോ? പിന്നെന്താ, വായിക്കാല. നിനക്ക് വേറെ പണിയില്ലേ ഇവനൊക്കെ പറയുന്നേക്കാൻ? നിനക്ക് ഇതിനെപ്പറ്റി എന്താ? കല എന്താ, വയലിൻ എന്താന്ന് അറിയാൻ മേലാത്തവനാ. നിനക്ക് നിന്റെ പണിയെടുത്താ പോലെ. നിന്നോട് പണ്ടേ പറഞ്ഞിട്ട് ആളുകളെ നിർത്തേണ്ട അടുത്ത് നിർത്തണം.